ഇത് ഞാൻ അൺറിയൽ എഞ്ചിനിൽ ക്രിയേറ്റ് ചെയ്തൊരു ഡ്രോൺ ഷോട്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വേണമെന്ന് ചോദിച്ചിരുന്നു. പലരും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് യൂസ് ചെയ്ത് നമുക്ക് മൊത്തം ഗൂഗിൾ മാപ്സിനെ അൺറിയൽ എഞ്ചിനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളുടെ മാപ്പ് നമുക്ക് 3D ആയി കാണാൻ പറ്റില്ല. വെസ്റ്റേൺ കൺട്രീസിലെ സിറ്റീസിൻ്റെ 3D മോഡൽസ് ഇപ്പോൾ ഗൂഗിൾ മാപ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ ഹോം ഗ്രൗണ്ടായ എറ്റിഹാഡ് സ്റ്റേഡിയത്തിൻ്റെ ഒരു FPV ഡ്രോൺ ഷോട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാ സ്റ്റെപ്സും ഞാനിവിടെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് അൺറിയൽ എഞ്ചിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ വെബ്സൈറ്റിലെത്തും. അപ്പോൾ ഇവിടെ പോയി നമുക്ക് ഡൗൺലോഡ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ വെറുതെ ലോഞ്ച് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ നമുക്ക് ലോഞ്ചർ ഓപ്പൺ ചെയ്യാം. ഇതാ നമുക്ക് ഈ സൈൻ ഇൻ ഓപ്ഷൻസ് കിട്ടും. അങ്ങനെ സൈൻ ഇൻ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിലെത്തി. ഇവിടുന്ന് നമുക്ക് അൺറിയൽ എഞ്ചിൻ എന്ന് പറഞ്ഞ ടാബിൽ പോവാം. എന്നിട്ട് ഇവിടെ ലൈബ്രറിയിൽ വരണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ 5.2.1. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കൺ അമർത്താം. അപ്പോൾ ഇതാ ഈ ഒരു ടാബ് കാണാം. ഇവിടെ ഇൻസ്റ്റാൾ അമർത്തി നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ അമർത്തി ഞാൻ യൂസ് ചെയ്യുന്ന 5.2.1 ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊരു 20 GB അടുത്ത് വരുന്ന ഫയൽസാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഫുൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകും. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ നമുക്കിതാ ഈ ലോഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ചിലപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ Windows.net ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. പക്ഷേ അത് സിമ്പിളായി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ അൺറിയൽ പ്രൊജക്ട് ബ്രൗസർ ഇവിടെ കാണാം. ഇനിയാണ് നമ്മൾ CCM എന്ന് പറഞ്ഞ ഫ്രീ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എപ്പിക് ഗെയിംസ് ലോഞ്ചറിലേക്ക് പോകാം. എന്നിട്ട് മാർക്കറ്റ് പ്ലേസിലേക്ക് പോകാം. ഇനി CCM എന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമ്മൾ ഗൂഗിൾ മാപ്സ് API സെറ്റപ്പ് ചെയ്യണം. ഇതുവരെയാണ് നമുക്ക് ഫുൾ മാപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഗൂഗിളിൽ പോയി ഗൂഗിൾ മാപ്സ് പ്ലാറ്റ്ഫോംസ് എന്ന് സെർച്ച് ചെയ്യാം. ഇനി ഈ വെബ്സൈറ്റിൽ വന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് അമർത്താം. ഇനി നമുക്ക് ഈ സെർച്ച് ബാറിൽ വന്ന് മാപ്പ് ടൈൽസ് API എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഈ പേജ് വരും. ഇവിടെ നമുക്ക് ഇനേബിൾ അമർത്താം. ഇനി നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടി വരും. ഇതിന് ഒരു ചാർജും വരില്ലെങ്കിലും എനിക്കറിയാം പലർക്കും ഇത് ചെയ്യാൻ മടിയായിരിക്കും. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതുവരെ ഒരു എമൗണ്ട് ചാർജ് ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അൺറിയൽ എഞ്ചിൻ ലോഞ്ച് ചെയ്തിട്ട് ഗെയിംസിൻ്റെ അടിയിൽ വന്ന് ബ്ലാങ്ക് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നെയിം ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യമായി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ എഡിറ്റിലേക്ക് പോകാം. എന്നിട്ട് പ്ലഗിൻസ് ക്ലിക്ക് ചെയ്യാം. ഇനി CCM എന്ന് സെർച്ച് ചെയ്യാം. അതിൽ ടിക്ക് ചെയ്തിട്ട് നമുക്ക് റീസ്റ്റാർട്ട് നൗ അമർത്താം. അപ്പോൾ റീസ്റ്റാർട്ട് ആയാൽ നമുക്ക് ഈ ഇൻ്റർഫേസ് കിട്ടും. ഇനി നമുക്ക് ഫയലിൽ വന്നിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് empty ലെവൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ബ്ലാക്ക് സ്ക്രീൻ കിട്ടി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് CCM എന്ന് പറഞ്ഞ വിൻഡോ കാണാം. അഥവാ അതവിടെ ഇല്ലെങ്കിൽ നേരെ വിൻഡോസിൽ പോയി നമുക്ക് CCM ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ വിൻഡോയിലെ CCM ബ്ലാങ്ക് 3D ടൈൽ സെറ്റും CCM സൺ സ്കൈയും ഇനേബിൾ ചെയ്യാം. അപ്പോൾ ഇതാ ഈ സ്കൈ ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഇനിയാണ് നമ്മൾ ഗൂഗിൾ മാപ്സുമായി ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം CCM 3D ടൈൽ സെറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ സോഴ്സ് എന്ന് കാണും. അത് ഫ്രം CCM അയോൺ മാറ്റി ഫ്രം URL ആക്കാം. അപ്പോൾ URLൻ്റെ ഒരു ബോക്സ് കാണാം. അവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ URL ടു പേസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മുടെ ഗൂഗിൾ മാപ്സ് പ്ലാറ്റ്ഫോം പേജിലേക്ക് പോകാം. അപ്പോൾ അവിടെ നമ്മൾ ഈ കീസ് ആൻഡ് ക്രെഡൻഷ്യൽസ് ടാബ് കാണും. അവിടെ പോയാൽ മാപ്സ് API കീ എന്ന് കാണാം. അതിൻ്റെ സൈഡിലുള്ള ഷോ കീ ക്ലിക്ക് ചെയ്തിട്ട് ആ കീ നമുക്ക് കോപ്പി ചെയ്യാം. ഇനി അൺറിയൽ എഞ്ചിനിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത URLലെ മാപ്സ് API കീ ഭാഗം കളഞ്ഞിട്ട് ഈക്വൽ ടു സൈനിന് ശേഷം നമ്മുടെ API കീ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മാപ്പ് ലോഡായി. ഇനി നമുക്ക് വേണ്ട എക്സാക്ട് ലൊക്കേഷനിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ മാപ്സ് തുറക്കാം. എന്നിട്ട് വേണ്ട ലൊക്കേഷൻ സെർച്ച് ചെയ്യാം. ഞാൻ എറ്റിഹാഡ് സ്റ്റേഡിയമാണ് സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നോട്ട് പാഡ് തുറന്ന് അവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എറ്റിഹാഡ് സ്റ്റേഡിയത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്. ഇനി നമുക്ക് ഈ CCM ജിയോ റെഫറൻസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ താഴെ വന്നിട്ട് ഒറിജിൻ ലാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്ത് ആദ്യത്തെ വാല്യൂയും ഒറിജിൻ ലോങ്ങിറ്റ്യൂഡിൻ്റെ ഭാഗത്ത് രണ്ടാമത്തെ വാല്യൂം പേസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം എടുത്ത് മാപ്പ് ലോഡാവും. ഇതാ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ മുകളിലെത്തി. റൈറ്റ് ക്ലിക്ക് അമർത്തി മൗസ് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ടോപ്പ് വ്യൂ കാണാം. ഇനി നമുക്ക് ഈ 3D മാപ്പിലൂടെ എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് നോക്കാം. Wയും ലെഫ്റ്റ് ബട്ടണും അമർത്തി പിടിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാം. Sഉം ലെഫ്റ്റ് ബട്ടണും അമർത്തി പിടിച്ചാൽ നമുക്ക് ബാക്കോട്ട് പോകാം. Q+ ലെഫ്റ്റ് ബട്ടൺ താഴോട്ട് പോകാൻ, E+ ലെഫ്റ്റ് ബട്ടൺ മേലോട്ട് പോകാൻ, A+ ലെഫ്റ്റ് ബട്ടൺ അമർത്തിയാൽ ലെഫ്റ്റിലേക്ക് പോകും, D+ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റൈറ്റിലേക്ക് പോകും. ഈ മൂവ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയി തോന്നുന്നുണ്ടെങ്കിൽ ക്യാമറ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 5 ആക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്താൽ ഇങ്ങനെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ സീനിലേക്ക് ഒരു ക്യാമറ ആഡ് ചെയ്തിട്ട് അതിനെ ഡ്രോൺ പോലെ ആനിമേറ്റ് ചെയ്യാം. ഇവിടെ വന്ന് ഈ പ്ലസ് ഐക്കൺ അമർത്തി നമുക്ക് സിനിമാറ്റിക്കിലേക്ക് പോകാം.
എന്നിട്ട് സിനി ക്യാമറ ആക്ടർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു ചെറിയ സ്ക്രീൻ വന്നു. അതാണ് ക്യാമറേൻ്റെ വ്യൂ. ഇനി നമ്മൾ ഒരു ലെവൽ സീക്വൻസ് ആഡ് ചെയ്തിട്ട് ക്യാമറ ഇതുമായി കണക്ട് ചെയ്യണം. എന്നാലേ ക്യാമറ നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി കണ്ടന്റ് ഡ്രോവർ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സിനിമാറ്റിക്സിൽ പോയി ലെവൽ സീക്വൻസ് ആഡ് ചെയ്യാം. ഇനി അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ടൈം ലൈൻ വരും. അതിലേക്ക് നമുക്ക് സിനി ക്യാമറ ആക്ടറിനെ ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ ഇതാ ക്യാമറേൻ്റെ വ്യൂ മെയിൻ വ്യൂ ആയി മാറും. ഇനി നമുക്ക് മൂവ് ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട പൊസിഷനിൽ ക്യാമറ കൊണ്ടുപോകാം. ഇനി നമുക്ക് ഈ ക്യാമറ വ്യൂ ഇൻസ്റ്റാഗ്രാം റീൽസിലെ പോലെ വേർട്ടിക്കലാക്കാം. അതിനുവേണ്ടി നമുക്ക് സിനി ക്യാമറ ആക്ടറിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് താഴെ പോയി ഫിലിം ബാക്കിൻ്റെ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വിഡ്ത്തും ഹൈറ്റും കാണും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. ഇനി നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴെ പോയി ഫോക്കൽ ലെങ്ത് 5 ആക്കാം. അപ്പോൾ നല്ല വൈഡ് ആംഗിൾ കിട്ടും. അങ്ങനെ നമുക്കിനി ആനിമേറ്റ് ചെയ്യാൻ തുടങ്ങാം. ക്യാമറ ഫസ്റ്റ് പോയിന്റിൽ വെച്ചിട്ട് ട്രാൻസ്ഫോമിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇനി എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് നമുക്ക് മൂവ് ചെയ്തിട്ട് ഈ കീ ഫ്രെയിം ബട്ടൺ ഒന്നുകൂടി അമർത്താം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ക്യാമറ മൂവ്സ് ആനിമേറ്റ് ചെയ്യാം. റെൻഡർ ചെയ്യുന്നതിന് മുമ്പ് പ്രൊജക്ട് സെറ്റിങ്സിൽ വന്നിട്ട് ഓട്ടോ എക്സ്പോഷർ നമ്മൾ അൺചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ സ്ക്രീൻ ഫുൾ വൈറ്റ് ആവും. അത് മാറ്റാൻ വേണ്ടി നമുക്കിവിടെ എക്സ്പോഷറിന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാം. അത് നമുക്ക് മെല്ലെ കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇത് നോർമൽ എക്സ്പോഷറായി. ഇനി അത് റെൻഡർ ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ JPG ഇമേജ് സീക്വൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫ്രെയിമും ഓരോ ഇമേജായി കിട്ടും. പിന്നെ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഒന്നുകൂടി 1080x1920 അല്ലേ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഇനി നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഡയറക്ടറിയിൽ ആ ഫോൾഡർ തന്നെ ചൂസ് ചെയ്യാം. ഇനി ക്യാപ്ചർ മൂവി അമർത്തിയാൽ നമ്മുടെ ഫോൾഡറിലേക്ക് ഈ സീക്വൻസ് JPG ഇമേജസ് ആയി സേവ് ആവും. ഈ ഇമേജസ് നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ സീക്വൻസ് ആയി ഇമ്പോർട്ട് ചെയ്താൽ ഫൈനൽ വീഡിയോ റെഡിയായി. ഇനി കളർ കറക്ഷനും കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഫൈനൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അത്ര നല്ല ക്വാളിറ്റി ഒന്നും അല്ലെങ്കിലും ഇൻട്രസ്റ്റിംഗ് മൂവ്മെന്റ്സ് ഉള്ള ഡ്രോൺ ഷോട്ട്സ് ഈ മെത്തേഡ് വഴി നമുക്ക് കിട്ടും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.